അങ്ങനെ ഷിയാൻ ഇവളോട് ഈ ഹോട്ടലിൽ ഇവനോടൊപ്പം സ്റ്റേ ചെയ്യാൻ പറയുന്നത് കൊണ്ട് തന്നെ ഇവളും ഒന്നും പറയാൻ പറ്റാതെ ഇവന്റെ കൂടെ തന്നെ അകത്തേക്ക് പോകുന്നു. പക്ഷേ ഇവളുടെ തലയിലൂടെ 1000 ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയാനും ഇവര് സ്റ്റേ ചെയ്യുന്ന ആ ഒരു റൂം തുറന്നു കൊടുക്കുമ്പോ ഇവള് അല്ല ഇത് മര്യാദകേടല്ലേ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ എന്ത് മര്യാദകേട് എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴേക്കും ഇവരുടെ ലഗേജ് ഒക്കെ ആയിട്ട് ആ ഒരു പയ്യൻ വരുമ്പോ ഷിയാന്റേത് വെച്ചു കൊടുക്കാനായിട്ട് അവൻ മറ്റൊരു റൂം തുറന്നു കൊടുക്കുന്നു. സത്യത്തില് ഇവര് രണ്ടുപേരും 2 റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവളാണ് അത് വല്ലാണ്ട് ചിന്തിച്ച് മുകളിലേക്ക് പോയത്. അല്ല എന്ത് മര്യാദ കിടന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല അതൊന്നും ഇല്ല, എന്റെ റൂം ഞാൻ തന്നെ തുറന്നോളാം, നിങ്ങൾ തുറക്കുന്നത് ഒരു മര്യാദക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് അവളുടെ ലഗേജ് എടുത്ത് റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. പക്ഷെ അവളെ ഇവൻ ചുമ്മാ കളിപ്പിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവളെ അകത്ത് വന്ന് റുവോയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇവര് 2 റൂമിലാണ് താമസിക്കുന്നത് എന്നറിയുമ്പോ റുവോ എങ്കിൽ പിന്നെ നീ ഷിയാനെ വളച്ചെടുക്കാൻ ഒരുപാട് പാടുപെടും എന്ന് പറഞ്ഞിട്ട് ഈ ട്രാവൽ ചെയ്യുന്ന സമയമാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കൂടുതൽ കണക്ട് ആവുന്നത്, അത് മാക്സിമം യൂസ് ചെയ്യണം. അല്ല നിങ്ങൾ തമ്മിൽ വേറെ വല്ലതും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോ ഇവള് അവനെ അങ്ങോട്ട് കിസ് ചെയ്തിരുന്നല്ലോ. പക്ഷെ ഇവള് ആ ഒരു കാര്യമൊന്നും പറയുന്നില്ല. ഇല്ല വേറൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ ഇവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവനൊരു കൊറിയർ വരുന്നു. കുറച്ചധികം തന്നെ ആൽബംസ് അടങ്ങിയ ഒരു ബോക്സ് നമ്മുടെ ഷിയോന്റെ അമ്മയുടേതാണ്. അതെല്ലാം തന്നെ അവള് അവളുടെ അമ്മയോട് നേരത്തെ തന്നെ ചോദിച്ചിരുന്നല്ലോ അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൽബംസ്. സോ അത് കളക്ട് ചെയ്ത് ഇപ്പോ ഷിയു ആണ് ഇവന് ഈ ഒരു കൊറിയർ അയച്ചിരിക്കുന്നത്. പക്ഷെ യുവിന് അത് ആരാണ് അയച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിനുശേഷം ഷൂയി ഷിയാന്റെ കയ്യിൽ നിന്ന് അവന്റെ ഷെഡ്യൂള് വാങ്ങിച്ചിട്ട് അവന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇവൻ ആ ഒരു ഷെൻലാൻ കമ്പനിയിലേക്ക് പോകുന്നത് മറ്റന്നാളാണ്. ഷൂയിക്ക് നാളെയും ആ ഒരു സമയം തന്നെ ആ ഷെൻലാൻ കമ്പനിയുടെ സിയോടെ സെക്രട്ടറി ഇവളെ വിളിച്ചിട്ട് മാഡം നിങ്ങൾ നാളെ എത്തുന്നുണ്ടോ, കൺഫേം ചെയ്യാനാണ് വിളിച്ചത് എന്ന് പറയുമ്പോ ഇവള് ഇല്ല ഞാനിവിടെ എത്തി, പക്ഷേ എനിക്ക് നാളെ വരാൻ പറ്റില്ല, മറ്റന്നാളും വരാൻ പറ്റില്ല, അതിന്റെ പിറ്റേന്ന് ഞാൻ എത്തിക്കൊള്ളാം, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അയാളും നോക്കിയിട്ട് ഇല്ല മാഡം ഓക്കെയാണ്, നിങ്ങൾ വന്നാ മതി എന്ന് പറയുന്നു. സോ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഷിയാൻ ഫ്രീ ആവുന്നത് കൊണ്ട് തന്നെ ഇവള് അവന് മെസ്സേജ് അയച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ സിറ്റിയിൽ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോ ഇവനും ഓക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ സ്പോട്ടൊക്കെ ഇവള് സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോ ഇവിടെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ബാറിലേക്ക് വന്നിരിക്കുകയാണ്. ആണ് ഗുവാനെയും കൂട്ടി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുവാൻ അല്ല എന്താ നിനക്ക് റിലേഷൻഷിപ്പിൽ അറിയേണ്ടത്, അല്ലാതെ നീ വേറെ ഒരു കാര്യത്തിനും എന്നെ ഈ സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ ഇവനും നിന്റെ ഊഹം ശരി തന്നെ, ഒരു പെൺകുട്ടിയെ അവളുടെ ഫീലിങ്സിനെ ബ്രേക്ക് ചെയ്യാതെ എനിക്ക് എങ്ങനെ റിജക്ട് ചെയ്യാം, അതാണ് എനിക്ക് അറിയേണ്ടത്. പുള്ളിക്കാരിക്ക് എന്നോടുള്ള താല്പര്യം എനിക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ അവളെ വിഷമിക്കാനും പാടില്ല എന്ന് പറയുമ്പോ ഗുവാൻ ഇവൻ അറിയില്ല ഇവന്റെ ചങ്ക് ബടിയായിട്ടുള്ള ഷിയുനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ നിനക്ക് അവളെ പിറകെ വരാനും പാടില്ല, എങ്കിലും നീ അവളുടെ ഫീലിങ്സിനെ മതിക്കുന്നുണ്ട്. അപ്പോ സത്യം പറ നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവിടെ അത് വിഷയമേ അല്ല, ആ പെങ്കൊച്ച് ഇതൊരു ടൈം പാസ് ആയിട്ടാ കാണുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. പക്ഷേ എനിക്കതിന് താല്പര്യമില്ല, അവൾക്കതൊരു കളിയായിരിക്കും, പ്രായത്തിന്റേതും ആവാം, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും മാച്ച് ആവാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഗുവാനും നീയാണ് വിചാരിക്കുന്നത് അവൾക്കതൊരു തമാശയാണെന്ന്, പക്ഷെ അവളുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നിനക്ക് അവളെ റിജക്ട് ചെയ്യണം എന്നാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ റിജക്ട് ചെയ്തേക്ക്, അത് തന്നെയാ അവളെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ഏക മാർഗം, അല്ലെങ്കിൽ അവൾക്ക് പ്രതീക്ഷ കൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പോ അവിടെ മറ്റൊരു സൈഡില് റുവോ അവളുടെ ഫ്രണ്ട്സുമായിട്ട് കുടിച്ചു മറിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ യുവിനെ പറഞ്ഞയച്ചിട്ട് നേരെ റുവോയുടെ അടുത്തേക്ക് വന്ന് ഇവര് കളിക്കുന്ന ആ ഒരു ഗെയിമില് റുവോ തോൽക്കുന്നത് കൊണ്ടാണ് അവൾ ആ ഒരു മദ്യം എല്ലാം വലിച്ചു കയറ്റുന്നത്. സോ ഗുവാൻ അങ്ങോട്ടേക്ക് ചെന്ന് റുവോയ്ക്ക് പകരം അവൾക്ക് വേണ്ടി ഇവൻ ആ ഒരു മദ്യം കഴിക്കുന്നു. പക്ഷെ ഇവൻ അങ്ങോട്ടേക്ക് വരുന്നത് റുവോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഗുവാന് അത് നല്ല ഫീൽ ആവുന്നുണ്ടെങ്കിലും അവൻ പുറകെ തന്നെ ചെന്ന് അവൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇവളെ തോളിൽ എടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം നമ്മള് പിറ്റേന്നാണ് കാണുന്നത്. ഇവളിപ്പോ ഇവന്റെ ഫ്ലാറ്റിലാണ് ഉള്ളത്. എന്നാൽ ഇവള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവൻ ഇവൾക്കുള്ള ഫുഡും അതുപോലെ തന്നെ മാറാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അവൻ ഇവളെ ബ്ലാക്ക് ഡ്രസ്സിൽ കാണാനാണ് വളരെയധികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡ്രസ്സ് തന്നെയാണ് ഇപ്പോ ഇവൾക്ക് സെറ്റ് ആക്കിയിട്ടുള്ളതും. ഇവൾക്ക് അതെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവളുടെ ഫേസ് മാറുന്നു. അവൻ തനിക്കൊരു ഇമ്പോർട്ടൻസ് തരാത്തത് കൊണ്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ അവൻ ഇവളോട് ഒരു ഫുൾ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതായിട്ട് ഇവൾക്ക് ഫീൽ ആവുന്നില്ല. സോ ഇവൾ ആ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അവളുടെ ഡ്രസ്സ് തന്നെ ഇട്ടാണ് അവള് തിരിച്ചവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ആ ഒരു ഡ്രസ്സിന്റെ കൂട്ടത്തില് ഒരു ലെറ്റർ ഗുവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റുവോ കാണുന്നുണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ ബിസിയാണ്, നീ എഴുന്നേൽക്കുമ്പോ എന്തായാലും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്.
അപ്പോ ഇവിടെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവര് ഒന്നിച്ച് പുറത്തു പോകാം എന്നാണല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവര് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇവൾ ആ ഒരു സമയത്ത് തറയെ നോക്കി നടക്കാതെ വീഴാനായിട്ട് പോകുമ്പോ പിന്നെ ഷിയാൻ തന്നെ ഇവളുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ഇവര് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് ഒരു ക്യാമറാമാൻ വന്നിട്ട് നിങ്ങളെ കാണാൻ എന്ത് പെർഫെക്റ്റ് ആണ്, ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് നിങ്ങളാണ്, ഇന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. ഇന്ന് ഈ അമ്പലം അടച്ചു കഴിഞ്ഞാല് 6 മാസത്തേക്ക് പിന്നെ തുറക്കില്ല, ആർക്കും പ്രവേശനം ഉണ്ടാവില്ല, എന്തായാലും വന്നതല്ലേ ഒരു ഫോട്ടോ എടുത്താലോ, ഭാവിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയുമ്പോ ഇവരും സമ്മതിച്ച് ഒരുമിച്ച് വന്ന് നല്ലൊരു ഫോട്ടോ എടുക്കുന്നു. ഇയാള് ആ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുകയും ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതിനുശേഷം വേറെ കപ്പിൾസ് വരുമ്പോ ഇയാള് ഇവരോട് എങ്ങനെയാണോ പഞ്ചാര വർത്താനങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇയാളിപ്പോ അവരോടും പറഞ്ഞ് അവരെ ചാക്കിലാക്കുന്നത്. അതിനുശേഷം ഇവര് അകത്തേക്ക് വരുന്നു. അപ്പോ ഇവരവിടെ ഭാവി കാര്യങ്ങൾക്ക് പ്രവചിക്കുന്ന ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുന്നു. ഷോയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഒരാള് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ അദ്ദേഹം ഇവളോട് പറയുന്നത് ഇവളുടെ പ്രണയത്തിന്റെ ഡയറക്ഷൻ നഷ്ടപ്പെട്ടു എങ്കിലും ഇവളുടെ മുന്നിൽ ഓൾറെഡി തന്നെ ഇവളെ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ വ്യക്തി ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പൂർണ്ണമായും ഇവൾക്ക് അയാളെ വിശ്വസിക്കാം എന്നെല്ലാം തന്നെ ഇയാൾ പറയുന്നു. അപ്പോ ഷിയാന് മനസ്സിലാവുന്നുണ്ട് അത് അവൻ തന്നെയാണ്, അവൻ പോലും അറിയാതെ ഇവളെ ഇവൻ ഒരുപാട് ആഴത്തില് സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യങ്ങള്. അപ്പോ ഷോയും അതൊക്കെ കേട്ട് ഇത് ലഷിയുടെ അങ്കിൾ ആണ് എങ്കിൽ പോലും എനിക്ക് പുള്ളിക്കാരനോടുള്ള ഇഷ്ടം റിയൽ ആയിട്ടുള്ളത് തന്നെയാണ്, അത് പുള്ളി ആയിരിക്കും എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം ഷിയാൻ ഇവളോട് നീ ആ കേട്ടതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് തീർച്ചയായും എല്ലാവർക്കും അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ, എന്നെങ്കിലും നമ്മൾ അവരെയൊക്കെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ട് ഇവര് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഷിയാൻ ഇവളോട് അല്ല നീ എന്നാ ഷെൻലാൻ കമ്പനിയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് മറ്റന്നാളാണെന്ന് പറയുന്നു. നാളെ നിങ്ങൾ പോവല്ലേ, നിങ്ങളോടൊപ്പം ഞാനും വരും. അവരുടെ കമ്പനി ഈ അടുത്തിടെ പബ്ലിക്കിനോട് ഒരു വിശദീകരണം നൽകിയത് അവരുടെ കമ്പനി ബാറ്ററി വളരെ സേഫ് ആണ്, അതുപയോഗിച്ച് ഇന്ന് വരെ ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ അവരതിന് വേണ്ടത്ര തെളിവൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരവരുടെ തെറ്റ് മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എന്തായാലും നാളെ നിങ്ങളോടൊപ്പം അങ്ങോട്ട് വരുമ്പോ എനിക്ക് വേണ്ട എന്തെങ്കിലും കിട്ടുമോ ഞാൻ നോക്കട്ടെ, അത് കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ പോയി ഞാൻ അവരുടെ യഥാർത്ഥ ഇന്റർവ്യൂ എടുക്കും, കുറെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഷിയാനും സമ്മതിക്കുന്നു. അതിനുശേഷം ഇവര് ഫുഡ് കഴിക്കാനായിട്ട് വരുന്നു. അപ്പോ ഷിയു ഇവൾക്ക് മെസ്സേജ് അയച്ച് സിസ്റ്റർ നിങ്ങൾ എന്നാ വരുന്നത്, ഞാനിവിടെ പെട്ടിരിക്കുക, എന്നെ സഹായിക്കാനും ആരുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ സാഡായിട്ട് മെസ്സേജ് അയക്കുമ്പോ ഇവള് ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അപ്പോ ഷോയി അങ്ങനെ മെസ്സേജ് അയക്കുമ്പോ ഷിയാന് അത് ആരാണ് എന്നറിയാനുള്ള വലിയ ത്വര ഉണ്ടാവുകയാണ്. അപ്പോഴേക്കും ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തുന്നു. അപ്പോ ഷോയി ഫോൺ മാറ്റി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോ ഷിയു മെസ്സേജ് അയച്ചിട്ട് അങ്കിൾ നിങ്ങൾ എവിടെയാ, എന്നാ വരുന്നത്, ഞാനിവിടെ ജോലി ചെയ്തു മടുത്തു, സംസാരിക്കാനും ആരുമില്ല, ഒരു കമ്പനി തരാനും ആരുമില്ല എന്ന് പറയുമ്പോ ഇവനും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, എന്തായാലും അവിടെ നിന്ന് വരുമ്പോ എനിക്ക് ഒരുപാട് സ്നാക്സ് കൊണ്ടുവരണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരണം, ഞാൻ അത് വെച്ച് സമാധാനപ്പെട്ടോളാം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുമ്പോ ഇവനും കൊണ്ടുവരാം എന്ന് റിപ്ലൈ കൊടുക്കുന്നു. പക്ഷെ അവനങ്ങനെ ഫോണിൽ കുത്തുന്നത് ഷോയ്ക്ക് അത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ കളിക്കുന്നത് ശരിയല്ല, അത് ദഹനത്തെ ബാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഷിയാൻ ഇതെന്റെ അനന്തരവളാണ് എന്ന് പറയുന്നു. അപ്പൊ ഉടനെ തന്നെ ഷോയി ഒന്ന് ഞെട്ടി, അത് ലഷിയാണല്ലോ ഇവളുടെ കാഴ്ചപ്പാടില്, അവൾക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അവളൊരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞതാണ് എന്ന് പറയുമ്പോ ഇവള് ഓ അല്ലെങ്കിലും ഈ പണക്കാർക്കൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ല, കണ്ടവന്റെ കയ്യിരിക്കുന്നത് കൂടെ തട്ടിയെടുത്താലേ സമാധാനാവും, അല്ലെങ്കിൽ തന്നെ ഈ ചെറിയ സിറ്റിയില് അതിനു മാത്രം ഗിഫ്റ്റ് കൊണ്ടുപോകാൻ എന്താ ഉള്ളത് എന്ന് പറയുമ്പോ ഇവളുടെ ആ ഒരു സംസാര രീതി കേട്ട് പെട്ടെന്ന് ഷിയാന് ഇവന്റെ എക്സ് പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അതായത് ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയത് ഇവന്റെ ഫാമിലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബ്രദർ ഇൻ ലോയ്ക്ക് കൈമാറിയിട്ടാണല്ലോ ഇവൻ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടായിട്ടും ഇവനെല്ലാം ഉപേക്ഷിക്കുന്നതിനോട് ഇവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫീലിങ്സിനെയോ വാക്കിനെയോ ഷിയാൻ ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവള് ഇവന്റെ ലൈഫിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പോയത്. ഇവന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും, അത് സക്സസ് ആക്കാൻ പറ്റും എന്നൊന്നും അവളെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു കാര്യം ഇപ്പോ ഇവൻ ചിന്തിച്ചിട്ട് എന്നിട്ട് ഷോയിയോട് നിനക്ക് ഞാനൊരു യുക്തിരഹിതമായിട്ട് പെരുമാറുന്ന വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഷോയി
ഒരിക്കലും ഇല്ല. തീർച്ചയായും നിങ്ങൾ സ്വന്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരാൽ എളുപ്പത്തിലൊന്നും സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിയല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളെ വ്യത്യസ്തനാക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒരേപോലെ ഇരുന്നാല് എന്ത് രസമുള്ളത്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് തന്നെയാണുള്ളത്. എന്നെ സെലക്ട് ചെയ്തത് ഉൾപ്പെടെ എന്ന് പറയുമ്പോ അത് പെട്ടെന്ന് ഇവളുടെ വായിന്ന് വീണുപോയതാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല നാണക്കേടായിട്ട്, അല്ല നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പോലും എന്നെ അല്ലേ സെലക്ട് ചെയ്തത്, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവളെ രക്ഷപ്പെടുന്നു. അപ്പോ ഷിയാനും ഇവള് അവനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവന് അത് നന്നായിട്ട് ബോധിക്കുന്നുണ്ട്. ഇവനെ ഇവള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും ഇവന്റെ ടേസ്റ്റ് നല്ലത് തന്നെയാണ് എന്ന് പറയുമ്പോ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇവിടെ ഷിയു ഓവർ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. പണിയെടുത്തും അടുത്ത് കുറച്ചു സമയം മനസമാധാനം കിട്ടാൻ വേണ്ടി യുവിന് മെസ്സേജ് അയച്ച്, നിങ്ങളും വർക്ക് ചെയ്യാണോ? ഞാനും ഇവിടെ വർക്ക് ചെയ്യാ, നമ്മൾ രണ്ടുപേരും ഓവർ ടൈം വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കും. ഇവൻ ഇല്ല കുഴപ്പമില്ല, നോ താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവളെ ഡയറക്റ്റ് ആയിട്ട് ഒഴിവാക്കുന്നു. ഇവള് പല രീതിയിൽ അവനെ ഫ്ലേർട്ട് ചെയ്ത് ഇവളുടെ ആ ഒരു താല്പര്യം അവനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യു ഇവളുടെ അഭ്യർത്ഥനകൾ ഒന്നും സ്വീകരിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവള് നല്ല സാഡ് ആവുന്നു. അതിനുശേഷം ഇവര് തിരിച്ച് റൂമിൽ എത്തുമ്പോ ഇവള് ഞാൻ റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോ ഷിയാൻ തലയാട്ടുന്ന മാത്രമേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. ഇയാളെന്താ ഒന്നും പറയാത്തത്, എന്തെങ്കിലും പറഞ്ഞൂടെ, ആദ്യമായിട്ടല്ലേ എന്നോടൊപ്പം ഇങ്ങനെ കറങ്ങുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവള് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ഷിയാൻ ഇവളെ തടഞ്ഞിട്ട് എന്തോ പറയാനായിട്ട് വരുന്നു. പക്ഷേ കറക്റ്റ് ഇവനൊരു കോള് വരുന്നു. അതുകൊണ്ട് തന്നെ ഷൂയും അകത്തേക്ക് കയറി പോകുന്നു. ഇവനെ വിളിച്ചത് മറ്റാരുമല്ല, ഗുവാനാണ്. അങ്കിളുമാരുടെ അവിടുത്തെ പ്രഷർ മൂലമാണ് ഗുവാൻ ഇപ്പോ ഷിയാനെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുവാനും നീ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട, ഇതിലേക്കൂടെയൊക്കെ പണി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇവനും അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. എന്നിട്ട് ഗുവാൻ, അല്ല നീ എന്തിനാ നിന്റെ അസിസ്റ്റന്റിനെ ഇവിടെ കളഞ്ഞിട്ട് പോയത്, ഒറ്റയ്ക്ക് പോയത് എന്തിനാ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ, അല്ല നീ ഇന്ന് പുറത്തേക്ക് പോയില്ലേ, സാധാരണ ഈ സമയം ബാറിലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോ ഓ ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഗുവാൻ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവര് രണ്ടുപേരും റെഡിയായി ആ ഒരു കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്, ഷൻലാൻ കമ്പനിയിലേക്ക്. ഇവരങ്ങോട്ട് എത്തിയിട്ട് ഒരുപാട് സമയമായി. ഇവരെ ഒരുപാട് സമയം മനഃപൂർവ്വം തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അയാള്. അതിനുശേഷമാണ് ആ ഒരു സിയോടെ ആള് വന്നിട്ട് ഇവരെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ ഒരു സിയോടെ പേര് ജിയാങ് എന്നാണ്. അപ്പോ ഷോയെ കണ്ട് ഷിയാനോട് ഇയാള് ഇതാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെന്റെ അസിസ്റ്റന്റ് ആണ് എന്നാണ് ഷിയാൻ പറയുന്നത്. ഇവളാണ് നാളെ ഇയാളെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് എന്ന കാര്യം ഇയാൾക്ക് അറിയില്ല. ഇയാൾക്ക് ഓൾറെഡി തന്നെ ഷിയാൻ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തോട് താല്പര്യമില്ല. കാരണം ഇയാളുടെ പ്രോഡക്റ്റിനെ പറ്റി ഇവൻ ചോദ്യം ചെയ്തിരുന്നല്ലോ. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയ കാര്യമൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. ഷിയാൻ കാരണം തന്നെയാണ് ആ ഒരു ന്യൂസ് വലിയ രീതിയിൽ പോയതും ഇയാൾക്ക് പണി കിട്ടിയതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സോ ഷിയാൻ ഇയാളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നേരിട്ട് അനുഭവിച്ച വ്യക്തിയായിട്ടുള്ള ഷൂയി അവളുടെ സ്റ്റോറി ഉൾപ്പെടെ ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നു, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഇയാള് താൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. ഒരിക്കലും അത് ഞങ്ങളുടെ ബാറ്ററി യൂസ് ചെയ്ത് സംഭവിച്ച കാര്യമല്ല, അത് ഡ്രൈവറുടെ മിസ്റ്റേക്ക് മാത്രമാണ്, അത് ഡ്രൈവർ ആയിരുന്നു പരിഹരിക്കേണ്ടത് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു നിൽക്കുന്നത്. ഇയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ നഷ്ടം വരാൻ പോകുന്നത് ഷിയാന്റെ കമ്പനിക്ക് തന്നെയാണ്. ഇവന്റെ പാർട്ട്നേഴ്സിനോട് ഇവൻ സമാധാനം പറയേണ്ടി വരും എന്ന രീതിയിലാണ് ഇയാള് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിയാൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇയാള് വീണ്ടും ഇയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇവൻ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്. പക്ഷേ ഇവന്റെ ചോദ്യം ചെയ്യലും രീതിയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആ ഒരു ബാറ്ററിയുടെ ഗുണനിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇയാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിയാൻ പോവാൻ തുടങ്ങുമ്പോ പോയിട്ട് വേറെ വല്ല പണിയും നോക്ക്, അല്ലെങ്കിൽ തന്നെ നിനക്കൊന്നും ഈ ഫീൽഡ് പറ്റിയതല്ല, പോയി ബാക്കിയുള്ള പാർട്ട്നേഴ്സിനോട് സമാധാനം പറയും, അതല്ലേ നടക്കൂ, അവരെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോ അയാൾ പറഞ്ഞതെല്ലാം തന്നെ ഷോയി ഇത്രയും നേരം കടിച്ചു പിടിച്ചാണ് കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോ ഇവൾക്ക് അവിടെ നിന്ന് അങ്ങനെ പോവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളോട് മിസ്റ്റർ ഷിയാൻ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും അധ്വാനമാണ് നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം മിസ്റ്റർ ഷിയാൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പ്രശ്നം ചൂണ്ടി കാണിക്കുമ്പോൾ അത് പരിഹരിക്കുക അല്ലാണ്ട് നിങ്ങൾ അത് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരനിൽ നിന്ന് ഈ സിഇഒ ആയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി വലിയൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന കഥ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരിക്കും എന്നാ. പക്ഷെ ഇപ്പോ യാഥാർത്ഥ്യം മനസ്സിലായി. എന്തായാലും ഈ കമ്പനി ഉടനെ പൊട്ടാൻ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പറയുമ്പോ എന്തായാലും ഇദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സിന് മനസ്സിലാവും, പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നു. ഇയാൾക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ഷിയാൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് കണ്ട് ഇവള്, ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ, ഷിയാൻ അത് ഇഷ്ടപ്പെട്ടില്ലേ,
ഞാൻ കാരണം ഇനി ഈ 2 കമ്പനികൾ കൊളാബ് ചെയ്യില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഷിയാൻ ഫോൺ എടുക്കുമ്പോൾ ഇവള് വിചാരിക്കുന്നത് ഇവൻ അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു പോകാനായിരിക്കും എന്നാണ്. പക്ഷെ ഷിയാൻ ഡ്രൈവറോട് സമയം നോക്കിയിട്ട് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇവളെ പേടിച്ച് പേടിച്ച് ഇവനോട് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി പോയോ, ഞാൻ കാരണം ഇനി നിങ്ങളുടെ കമ്പനികൾ തമ്മിൽ പ്രവർത്തിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ഓൾറെഡി തന്നെ ഈ ഒരു കമ്പനിയെ പറ്റി അവരുടെ ബാറ്ററി യൂസ് ചെയ്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതിനെ പറ്റിയൊക്കെ ഷിയാൻ മുന്നേ തന്നെ അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇവൻ ഇങ്ങോട്ട് വന്നത് തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം സംസാരിക്കാനൊന്നുമല്ല, നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതുപോലെ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഓൾറെഡി തന്നെ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല, ഞാനാണ് തീരുമാനം എടുക്കുന്നത്. നീ അയാൾക്ക് കൊടുത്ത മറുപടിയിൽ ഒരു തെറ്റുമില്ല, എല്ലാം കറക്റ്റ് ആണ് എന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് ആശ്വാസമാവുന്നത്. അതിനുശേഷം ഇവര് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു പോവാനായിട്ട് ഒരുപാട് സമയമായിട്ട് ഇവരുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ ഇതുവരെ ഷിയാന്റെ വണ്ടി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിന് റോങ് അഡ്രസ് വല്ലതാണോ പറഞ്ഞു കൊടുത്തത്, എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ എനിക്കറിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവള് വേറെ കാറ് ബുക്ക് ചെയ്യാനായിട്ട് പോകുമ്പോ ഇവൻ ഞാൻ മറ്റാരുടെയും കാറിൽ യാത്ര ചെയ്യാറില്ല എന്ന് പറയുമ്പോ ഷൂയി അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാ തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ വാ നടക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ നടക്കാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഇല്ലേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ഇവളും അവന്റെ പിന്നാലെ തന്നെ പോകുന്നു. സത്യത്തില് ആ ഒരു കാറ് വരണ്ട എന്ന് പറഞ്ഞത് ഷിയാൻ തന്നെയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.